ഹായ്, ഇന്നത്തെ റെസിപ്പി പപ്പടം മുട്ട വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ കറിയൊന്നും വേണ്ട കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 പപ്പടം എടുത്തിട്ടുണ്ട്, 3 മുട്ട പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ട്. പപ്പടം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കട്ടെ. ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. ഇതിലേക്കൊരു 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം ഒന്ന് വഴന്ന് വരണം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കട്ടോ. പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പപ്പടം കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പപ്പടത്തിൻ്റെ വലിയ വലിയ പീസുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടൻ്റെ അതിൻ്റെ വൈറ്റ് ഭാഗം മാത്രം ഞാൻ എടുത്തിട്ടുള്ള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടോ. ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പപ്പടത്തിൻ്റെ ഉപ്പുണ്ടാവും, നിങ്ങൾക്ക് കുറവായി തോന്നുന്നെങ്കിൽ കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.